ക്ലാസ് 12 സ്റ്റുഡൻസ്, എന്തിനാ ഇയാൾ ഈ ബലൂണായിട്ട് വന്നിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുതരാം, വീഡിയോ അവസാനം വരെ കണ്ടോ. അപ്പം നമ്മുടെ ഫ്യൂച്ചറിന്റെ ആപ്പിൽ ഇപ്പൊ കറന്റ് റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന +2 ഫിസിക്സ് ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മൾ ആപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പുറത്ത് നിൽക്കുന്ന കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സർ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എന്റെ പേര് തൻസീർ. അപ്പം നമ്മളിപ്പോ പറയുന്നു നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളത്. ശരിക്കും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ആണ് ശരിക്കും ഈ ചാപ്റ്റർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബലൂൺ എടുത്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഈ പേപ്പറിന്റെ അടുത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതാ കണ്ടില്ലേ, ഈ പേപ്പറൊക്കെ ഇതിന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ഫിസിക്സ് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ആണ്. തീർന്നിട്ടില്ല, അടുത്തൊരു കാര്യത്തിലേക്ക്. നമ്മളെ കയ്യിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കുന്ന പേന ഉണ്ടല്ലോ, ഈ പേന എടുത്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേനയും ഈ പേപ്പറിന്റെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ തൊടുവൊന്നും വേണ്ട, അടുത്തേക്ക് വെച്ചാൽ മതി. ജമ്പ് ചെയ്ത് പേപ്പറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ പേപ്പർ ഈ പേനയുടെ മുകളിലേക്ക് ജമ്പ് ചെയ്തെത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ അയൺ ചെയ്ത ഡ്രസ്സ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അയൺ ചെയ്ത ഡ്രസ്സ് നമ്മൾ ദേഹത്തേക്ക് ഇടുന്ന സമയത്ത് നമുക്കൊരു ഗൂസ് ബംപ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള ഫിസിക്സും ഈ ചാപ്റ്റർ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. തീർന്നിട്ടില്ല, ഇനി നമ്മുടെ വിമാനത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ വിമാനത്തിന്റെ ടയർ സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആയിട്ടുള്ള റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ റബ്ബർ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്. എന്തുകൊണ്ടാണ് സ്ലൈറ്റ്ലി കണ്ടക്ടിങ് ആയിട്ടുള്ള റബ്ബർ കൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിന്റെ പിന്നിലുള്ള ഫിസിക്സും ഈ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളെ നമ്മളെ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, ലിഫ്റ്റിൽ എന്തുകൊണ്ടാണ് നമുക്ക് മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടാത്തത്? നിങ്ങൾ എല്ലാവരും, നിങ്ങളും ഞാനും ഒക്കെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ലിഫ്റ്റിൽ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടാത്തത്? വളരെ കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കയറി വന്നോ. ഈ ചാപ്റ്റർ ഇപ്പം കറന്റ്ലി റണ്ണിംഗ് ആണ്. സോ നമ്മുടെ ഫ്യൂച്ചറിന്റെ ഭാഗമായിട്ടില്ല നിങ്ങൾ ഇപ്പോഴും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൾ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിന്റെ ഭാഗമാവാം, ഫ്യൂച്ചർ ഫാമിലിയുടെ ഭാഗമാവാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 500 ആളുകൾക്ക് വെറും 4999 രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ ആപ്പ് അവൈലബിൾ ആക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മറക്കണ്ട, ഈ നമ്പറിലേക്ക് വിളിച്ചോ. ചാപ്റ്റർ ഇപ്പം റണ്ണിംഗ് ആണ്.